വിദ്യാർത്ഥികളെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ആനുവൽ എക്സാം, അതായത് വാർഷിക പരീക്ഷയുമായി ബന്ധപ്പെട്ട് 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രം, അതായത് ബേസിക് സയൻസിന്റെ ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറും അതിന്റെ ആൻസർ കീയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ മക്കൾ ആദ്യമായി ചാനൽ കാണുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നോക്കൂ, ഫസ്റ്റ് പ്രവർത്തനം 1. ഇവിടെ കുറച്ച് അടുപ്പുകൾ നൽകിയിട്ടുണ്ട് അല്ലേ? പാചകത്തിന് ഉപയോഗിക്കുന്ന അടുപ്പുകൾ നൽകിയിട്ടുണ്ട്. എന്തൊക്കെയാണ്? വിറകടുപ്പ്, മണ്ണെണ്ണ സ്റ്റൗവ്, ഗ്യാസ് സ്റ്റൗവ്. ഇനി ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കണം, ഓരോന്നിനും ഉപയോഗിക്കുന്ന ഇന്ധനം ഏതാണെന്ന് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ഓരോന്നിലും ഉപയോഗിക്കുന്ന, അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെ നമ്മൾ എഴുതുക. നോക്കൂ, ആദ്യം 2 കോളം വരയ്ക്കണം. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം? അവിടെ അടുപ്പ്, ഉപയോഗിക്കുന്ന ഇന്ധനം, ഇങ്ങനെ 2 ഹെഡിങ് കൊടുക്കണം. ഏതടുപ്പാണ്, അതിൽ ഉപയോഗിക്കുന്ന ഫ്യുവൽ, ഇന്ധനം എന്നത് ഫ്യുവൽ, അവിടെ ഉപയോഗിക്കുന്ന ഫ്യുവല് ഏതാണ് എന്ന് കൊടുക്കണം. നോക്കൂ, ആദ്യത്തെ വിറകടുപ്പ്, ആദ്യ പിക്ചറിൽ കാണുന്നത് എന്താണ്? വിറകടുപ്പാണ് അല്ലേ? വിറകടുപ്പിൽ നമ്മൾ എന്താണ് ആദ്യം ഉപയോഗിക്കുന്നത്? വിറകാണ് നമ്മൾ ഉപയോഗിക്കുന്നത്, വുഡ് അല്ലേ, വിറക്. രണ്ടാമത്തെ എന്താണ്? മണ്ണെണ്ണ സ്റ്റൗ. മണ്ണെണ്ണയിൽ എന്തായിരിക്കും? മണ്ണെണ്ണ സ്റ്റൗവിൽ എന്തായിരിക്കും? മണ്ണെണ്ണ, കെറോസിൻ അല്ലേ, കെറോസിനാണ് എനിക്ക് ഉപയോഗിക്കുന്നത്. അടുത്ത് ഗ്യാസ് സ്റ്റൗ. ഗ്യാസ് സ്റ്റൗവിൽ എന്താണ്? LPG, അതായത് ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, അതായത് പ്രകൃതിവാതകം, ബയോഗ്യാസ്, ഇതൊക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഇതിലുപയോഗിക്കുന്ന ഗ്യാസ് അല്ലേ? LPG, പ്രകൃതിവാതകം അല്ലേ, ബയോഗ്യാസ്, ഇതൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഗ്യാസ് സ്റ്റൗവിൽ ഉപയോഗിക്കുന്നത്. ഇനി ബി ക്വസ്റ്റ്യൻ നോക്കാം. വിറക്, മണ്ണെണ്ണ, പാചകവാതകങ്ങൾ എന്നിവ കത്തുമ്പോൾ വായുവിൽ ചേരുന്ന രാസവസ്തുക്കൾ ഏതൊക്കെ? അതായത് ഈ വുഡ്, കെറോസിൻ, മറ്റേ നമ്മുടെ ഗ്യാസ്, ഇതൊക്കെ കത്തുമ്പോൾ വായുവിൽ ചേരുന്ന രാസവസ്തുക്കൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചേക്കണം. ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, CO2, കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, പിന്നെ നൈട്രജൻ ഡൈ ഓക്സൈഡ്. ഇവയുടെ പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകളാണ് ആയി മാറുന്നത് അല്ലേ? അപ്പൊ ഏതൊക്കെയാണ്? കാർബൺ ഡൈ ഓക്സൈഡ്, കാർബൺ മോണോക്സൈഡ്, നൈട്രജൻ ഡൈ ഓക്സൈഡ്, പദാർത്ഥങ്ങളുടെ സൂക്ഷ്മ കണികകൾ. ഓക്കെ. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. അടുക്കളയിലെ വായു മലിനീകരണം എങ്ങനെ തടയാം? 2 മാർഗങ്ങൾ എഴുതുക. എങ്ങനെയാണ് അടുക്കളയിലെ വായു മലിനീകരണം തടയുന്നത്? 2 എണ്ണം എഴുതാനാണ് പറഞ്ഞിരിക്കുക. എന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? സി ആണ് ആൻസർ അല്ലേ? മലിനവായു പുറത്ത് കളയാൻ ചിമ്മിനി നിർമ്മിക്കുക. നമ്മൾ അടുക്കളയിലൊക്കെ എന്താണ്? ചിമ്മിനി നിർമ്മിക്കുക അല്ലേ? ടു കൺസ്ട്രക്ട് ചിമ്മിനി അല്ലേ? മലിനവായു പുറത്ത് കളയാൻ വേണ്ടി എന്ത് ചെയ്യണം? ചിമ്മിനി നിർമ്മിക്കുക. പിന്നെ വായു സഞ്ചാരം ഉറപ്പാക്കുന്ന വിധം ജനാലകൾ ഉണ്ടായിരിക്കണം. വിൻഡോസ് അല്ലേ ഉണ്ടാക്കണം, ജനാലകൾ ഉണ്ടായിരിക്കണം. ഇനി പ്രവർത്തനം 2ലേക്ക് പോവാം. നോക്കൂ, ഇവിടെ ഒരു പിക്ചർ കാണിച്ചിട്ടുണ്ട്. ഈ പിക്ചറിൽ കുറച്ച് ഭാഗങ്ങൾ അടയാളപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണെന്ന് നോക്കൂ. ആദ്യത്തെ എന്തൊക്കെ? ഇത് എന്തിന്റെ പിക്ചറാണ് തന്നിരിക്കുന്നത്? വൃക്കയുടെയാണ് അല്ലേ? കിഡ്നി, വൃക്കയുടെ ചിത്രം തന്നിരിക്കുന്നു. ഇതിൽ A, B, C എന്നീ ഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. A എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ആദ്യം കാണുന്നത് A, റീനൽ ആർട്ടറി. റീനൽ ആർട്ടറി മീൻസ് വൃക്കധമനിയാണ്. എന്താണ്? വൃക്കധമനിയാണ്. രണ്ടാമത്തെ B ഏതാണ്? B വൃക്ക സിര അല്ലെ, റീനൽ വെയിൻ ആണ്. വൃക്ക സിര, റീനൽ വെയിൻ ആണ്, വൃക്കസിര. മൂന്നാമത്തെ എന്താണ്? യൂറിനറി ട്രാക്ട്, അതായത് മൂത്രവാഹി. റീനൽ ആർട്ടറി, റീനൽ വെയിൻ, എന്താണ്? യൂറിനറി ട്രാക്ട്, വൃക്കധമനി, വൃക്കസിര, മൂത്രവാഹി. ഇത്രയൊക്കെയാണ് ഇതിൽ കാണുന്നത്. അത് കണ്ടറിഞ്ഞ് തിരിച്ചെഴുതാനാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ എഴുതുന്നത്. B, വൃക്കകളുടെ ആരോഗ്യത്തെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും 3 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞത്. അപ്പൊ വൃക്കകളെ ദോഷകരമായി ബാധിക്കുന്ന 3 കാര്യങ്ങൾ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? അപ്പൊ നമുക്ക് ബിന്റെ ആൻസർ എഴുതാം. എങ്ങനെയൊക്കെ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ്? ഒന്ന്, അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം. നമ്മൾ അമിതമായിട്ടുള്ള മെഡിസിൻസ് യൂസ് ചെയ്യുന്നത് അല്ലേ? അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം, നമുക്ക് ആവശ്യമില്ലാതെ മരുന്നുകൾ ഉപയോഗിക്കുന്നത്, അനാവശ്യമായ മരുന്നിന്റെ ഉപയോഗം. പിന്നെ എന്താണ്?
നമ്മൾ അധികം ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള എന്താണ് ഡ്രിങ്ക്സ് കഴിക്കുന്നതിലൂടെ അല്ലെ, ആർട്ടിഫിഷ്യൽ ആയിട്ട് ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നതിലൂടെ അല്ലേ, കൃത്രിമ ആർട്ടിഫിഷ്യൽ ഇതൊക്കെ ഉപയോഗിച്ചേക്കുന്ന ഡ്രിങ്ക്സ് യൂസ് ചെയ്യുന്നില്ല, കൃത്രിമ പാനീയങ്ങളുടെ അമിത ഉപയോഗം. പിന്നെ എന്തായിരിക്കും, പിന്നെ മെയിൻ ഒരു സംഭവം ഉണ്ട്, എന്താണ്, പുകവലി മദ്യപാനം അല്ലേ, പുകവലിയും മദ്യപാനവും. അപ്പൊ ഇതൊക്കെ കാരണമാണ് നമ്മുടെ കിഡ്നിക്ക് ഡാമേജ് സംഭവിക്കുക, വൃക്കകൾക്ക് ഡാമേജ് സംഭവിക്കുക. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. വൃക്കകൾ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം വെള്ളം കുടിക്കണം. ഈ പ്രസ്താവനയോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഉണ്ടോ? നമ്മൾ എങ്ങനെ എഴുതാം? യോജിക്കുന്നു അല്ലേ. കാരണം ആവശ്യത്തിന് വെള്ളം കുടിക്കാതിരുന്നാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ മൂത്രോൽപാദനം എന്ത് ചെയ്യും? യൂറിന്റെ പ്രൊഡക്ഷൻ കുറയുകയും, കുറേ നേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മൂത്രവാഹിയിലും മൂത്രാശയത്തിലും രോഗാണുക്കൾ പെരുകി മൂത്രാശയ അണുബാധ ഉണ്ടാവുകയും, ധാരാളം വെള്ളം കുടിക്കുമ്പോൾ മൂത്രോൽപാദനം കൂടുതലാകും അല്ലേ. അപ്പൊ മൂത്രാശയ അണുബാധ നമ്മൾ വെള്ളം കുടിക്കാതിരുന്നാൽ എന്താണ്? കൂടുതലാവും. അപ്പൊ വെള്ളം കുടിക്കുമ്പോൾ മൂത്രോൽപാദനം കൂടുതലാവുകയും യഥാസമയം മൂത്രം ഒഴിക്കുന്നതിലൂടെ മൂത്രവാഹിയിലെയും മൂത്രാശയത്തിലുമുള്ള രോഗാണുക്കൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പോവുകയും ചെയ്യും. അപ്പൊ നമ്മൾ ഇതിന് നിങ്ങളുടേതായ രീതിയിൽ ആൻസർ എഴുതണം. വൃക്കകളിൽ ശരിയായ രീതിയിൽ പ്രവർത്തിക്കണമെങ്കിൽ ധാരാളം വെള്ളം നമ്മൾ എന്ത് ചെയ്യണം? കുടിക്കണം. ഈ പ്രസ്താവനയോട് നമ്മൾ എന്ത് ചെയ്യണം? യോജിക്കുന്നുണ്ട് അല്ലേ. കാരണം വെള്ളം കുടിച്ചില്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യും? മൂത്രം പുറത്തു പോകുന്നത് കുറയുകയും, കുറേ നേരം മൂത്രം ഒഴിക്കാതിരുന്നാൽ എന്ത് ചെയ്യും? മൂത്രവാഹിയിലും മൂത്രാശയത്തിലും ഒക്കെ എന്താണ്? രോഗാണുക്കൾ പെരുകിയിട്ട് അത് സംബന്ധിച്ച് അണുബാധ ഉണ്ടാവുകയും ചെയ്യും. അപ്പൊ ധാരാളം വെള്ളം കുടിക്കുന്നതിലൂടെ നമ്മുടെ മൂത്രത്തിന്റെ ഉൽപാദനം, യൂറിന്റെ ഉൽപാദനം കൂടുകയും, യഥാസമയം മൂത്രം ഒഴിക്കുന്നതിലൂടെ എന്ത് സംഭവിക്കും? മൂത്രവാഹിയിലെയും മൂത്രാശയത്തിലുള്ള രോഗാണുക്കൾ എന്ത് ചെയ്യും? പുറത്തേക്ക് പുറന്തള്ളപ്പെടുകയും ചെയ്യും. നോക്കൂ, ചന്ദ്രന്റെ പ്രതിഷയങ്ങൾ വിശദീകരിക്കാനുള്ള ഈ ചിത്രീകരണം നോക്കൂ. ഇത് പ്രവർത്തനം 3 നോക്കൂ. ഇതില് എന്താണ്? 1, 3, 5 ഈ സ്ഥാനങ്ങളിൽ കാണിച്ചിരിക്കുന്ന ചന്ദ്രക്കലകൾക്ക് പറയുന്ന പേരെന്ത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ആദ്യം കാണുന്ന ഏതാണ്? അമാവാസി. ഏതാണ്? അമാവാസിയാണ്. രണ്ടാമത്തത് ഏതാണ്? അർദ്ധചന്ദ്രൻ അല്ലേ, അർദ്ധചന്ദ്രൻ, ഹാഫ് മൂൺ. അടുത്തത് എന്താണ്? പൗർണമിയാണ്. അതായത് ന്യൂ മൂൺ, ഹാഫ് മൂൺ, ഫുൾ മൂൺ അല്ലേ. അമാവാസി, ഇത് അർദ്ധചന്ദ്രൻ, ഇത് പൗർണമി. ന്യൂ മൂൺ, ഹാഫ് മൂൺ, ഫുൾ മൂൺ. ഇനി ഈ ക്വസ്റ്റ്യൻ നോക്കൂ. ചന്ദ്രന് പ്രതിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ട്? വാക്സിങ്ങും വാനിങ്ങും ഒക്കെ ഉണ്ടാവും നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ എന്തുകൊണ്ടായിരിക്കും എന്ത് ചെയ്യുന്നത്? ചന്ദ്രന് വൃതിക്ഷയങ്ങൾ ഉണ്ടാകുന്നത് എന്തുകൊണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? അതിങ്ങനെ പരിക്രമണം ചെയ്യുമ്പോൾ ചന്ദ്രന്റെ എന്താണ്? പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് എന്തുണ്ടാവുന്നത്? വൃതിക്ഷയങ്ങൾ, അതായത് വാക്സിങ്ങും വാനിങ്ങും ഉണ്ടാവുന്നത്. അപ്പൊ ബീഡ് നമുക്ക് എങ്ങനെ എഴുതാം? പരിക്രമണ പാതയിൽ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ അല്ലേ, അതിൽ ചന്ദ്രന്റെ മൂണിന്റെ എന്താണ്? ലൈറ്റഡ് പോർഷനും, അതായത് പ്രകാശിത ഭാഗവും നിഴൽ ഭാഗവും അതായത് ഇരുണ്ട ഭാഗവും എന്താണ്? ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസത്തിലാണ് എന്താണ്? കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് വൃതിക്ഷയങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ അതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് ചന്ദ്രന്റെ ലൈറ്റഡ് ഭാഗവും നിഴൽ ഭാഗവും ഭൂമിയിൽ നിന്ന് കാണുന്നതിന്റെ വ്യത്യാസങ്ങൾ മൂലമാണ് നമുക്കങ്ങനെ വൃതിക്ഷയങ്ങൾ, വാക്സിങ്ങും വാനിങ്ങും ഉണ്ടാകുന്നത്. ഇനി സി ക്വസ്റ്റ്യൻ നോക്കൂ. സ്വയം കറങ്ങാനും ഭൂമിയെ ചുറ്റാനും ചന്ദ്രന് വേണ്ട സമയം എത്രയാണ്? അപ്പൊ സ്വയം കറങ്ങാനും ഭൂമിയെ ചുറ്റാനും ചന്ദ്രന് വേണ്ട സമയം എത്രയാണ്? 27 ദിവസം. ഇത്രയും ദിവസമാണ് എന്ത് വേണ്ടത്? സ്വയം കറങ്ങാനും ഭൂമിയെ ചുറ്റാനും ചന്ദ്രന് വേണ്ട സമയം. പ്രവർത്തനം 4 നോക്കൂ. ഒരു പരീക്ഷണത്തിന്റെ ചിത്രങ്ങളാണ് നൽകിയിരിക്കുന്നത്. നോക്കൂ, ഒരു ശുദ്ധജലത്തിൽ എന്താണ്? ചേമ്പിന്റെ തണ്ടിട്ട് വച്ചിരിക്കുന്നു. മറ്റത് ഉപ്പ് ലായനിയിൽ എന്തുണ്ട്?
ചേമ്പിന്റെ തണ്ടിട്ടൊഴിക്കുന്നു. എന്നിട്ട് ക്വസ്റ്റ്യൻ എ എന്താണെന്ന് നോക്കൂ. ചിത്രം പരിശോധിച്ചല്ലോ, എന്താണ് നിരീക്ഷിക്കുവാൻ കഴിയുന്നത്? കാരണം വ്യക്തമാക്കാം. നോക്കൂ, രണ്ട് പിക്ചറിലും നോക്കാം. ശുദ്ധജലത്തിൽ ഇട്ടപ്പോൾ ഉള്ള ചേമ്പിൻ തണ്ടിന്റെ അവസ്ഥയും ഉപ്പ് വെള്ളത്തിൽ സോൾട്ട് സൊല്യൂഷനിൽ ഇട്ടപ്പോൾ ഉള്ള ചേമ്പിന്റെ തണ്ടിന്റെ അവസ്ഥയും നോക്കുക. എന്താ നമുക്ക് മനസ്സിലായത്? ഉപ്പുവെള്ളത്തിൽ വെച്ച ചേമ്പിൻ തണ്ട് എന്ത് സംഭവിച്ചു? വാടിപ്പോയി. മറ്റത് നല്ല സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നുണ്ട് അല്ലെ. ഉപ്പുവെള്ളത്തിൽ വെച്ച ചേമ്പിൻ തണ്ട് വാടിയിരിക്കുന്നു. കാരണം എന്താ? ചേമ്പിൻ തണ്ട് ഉപ്പുവെള്ളത്തിൽ വെക്കുമ്പോൾ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവേശിക്കുന്നു. അതുകൊണ്ടാണ് അത് എന്ത് ചെയ്യുന്നത്? അതിലുള്ള ജലം എന്താണ്? ഉപ്പുവെള്ളത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഉപ്പുവെള്ളത്തിലേക്ക് വെക്കുമ്പോൾ ചേമ്പിൻ തണ്ടിലെ കോശങ്ങളിൽ നിന്നും ജലം ഉപ്പുവെള്ളത്തിലേക്ക് പോകും. അപ്പൊ എന്ത് സംഭവിക്കും? അതിങ്ങനെ ചുരുങ്ങിപ്പോകും അല്ലേ, വാടിപ്പോവും. ഇനി ബി, ആഹാര പദാർത്ഥം കേടുവരാതിരിക്കാൻ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്നത് ഈ പരീക്ഷണവുമായി ബന്ധപ്പെടുത്തി വിശദീകരിക്കുക. അത് നമുക്ക് അറിയാം അല്ലെ. ഉപ്പുമാങ്ങ ഇടുന്നത്, മാങ്ങ ഉപ്പിലിടുന്നതൊക്കെ അതിനൊരു ഉണക്കി ഉപ്പിലിട്ട് വെക്കുന്നതൊക്കെ നമുക്ക് കേടുകൂടാതെ ഉപയോഗിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ. അപ്പോൾ ഉപ്പുവെള്ളത്തിൽ സൂക്ഷിക്കുന്ന ആഹാര വസ്തുവിൽ നിന്ന് ജലാംശം വലിച്ചെടുക്കപ്പെടുന്നു. ബാക്ടീരിയ, ഫംഗസ് എന്നിവയിലെ ജലം ഉപ്പുവെള്ളത്തിലേക്ക് പ്രവേശിക്കുകയും അവ നശിക്കുകയും ചെയ്യുന്നു. ഇത് മൂലം എന്ത് ചെയ്യുന്നു? ആഹാരം കേടുവരാതെ സംരക്ഷിക്കപ്പെടുകയും ചെയ്യുന്നു. അപ്പൊ അതിനുള്ളിലെ ജലം എന്ത് ചെയ്യുന്നു? വാട്ടർ എന്ത് ചെയ്യുന്നു? ഉപ്പുവെള്ളത്തിലേക്ക് കടക്കുമ്പോൾ അതിലുള്ള ഫംഗസിനും ബാക്ടീരിയയിലെയും ജലം എന്ത് ചെയ്യും? ഉപ്പുവെള്ളത്തിലേക്ക് പോവുകയും അത് അവിടെ നശിക്കുകയും ചെയ്യും. അതുമൂലം അത് കേടുവരാതെ സംരക്ഷിക്കാനായിട്ട് പറയും. ഇനി മൂന്നാമത്തെ ഒരു ക്വസ്റ്റ്യൻ, ഭക്ഷ്യവസ്തുക്കൾ കേടുവരാതെ സൂക്ഷിക്കുവാൻ കഴിയുന്ന മറ്റേതെങ്കിലും ഒന്ന് ഉപ്പുവെള്ളത്തിലിടുക അല്ലെ, നമ്മൾ പറഞ്ഞു. രണ്ടാമത് നമുക്ക് എന്താ? ഉണക്കി സൂക്ഷിക്കാം. എന്തൊരു സാധനവും ഉണക്കി സൂക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അത് കേടുകൂടാതെ കുറച്ച് നാളെടുക്കും. പിന്നെ എന്താണ്? പഞ്ചസാര ലായനിയിൽ സൂക്ഷിക്കുക. പഞ്ചസാര ലായനിയിൽ സൂക്ഷിച്ചാലും എന്താണ്? കുറച്ച് നാൾ കേടുവരാതെ ഇരിക്കും. ഇനി പ്രവർത്തനം 5, ചാലനത്തെക്കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരിയായ പ്രസ്താവനകൾ മാത്രം എടുത്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, ഒന്നാമത്തെ ഖരവസ്തുക്കളിലെ താപപ്രേക്ഷണ രീതിയാണ്. രണ്ടാമത്തെ ഖരവസ്തുക്കളിലെയും ദ്രാവകങ്ങളിലെയും താപപ്രേക്ഷണ രീതിയാണ്. 3, താപം ലഭിച്ച തന്മാത്രകളുടെ ചലനം വഴി താപം പ്രേഷണം ചെയ്യുന്നു. 4, താപം ലഭിച്ച തന്മാത്രകൾ തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് താപം കൈമാറുന്നതിലൂടെ താപം പ്രേക്ഷണം ചെയ്യപ്പെടുന്നു. ഇതിൽ ചോദിച്ചിരിക്കുന്ന എന്തിനെ കുറിച്ചാണ്? ചാലനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് കണ്ടക്ഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഒന്നാമത്തെ ശരിയായ പ്രസ്താവനയാണ്. ഖരവസ്തുക്കളിലെ താപപ്രേക്ഷണ രീതിയാണ്. സോളിഡ് സ്റ്റേറ്റിലുള്ള സാധനങ്ങളുടെ താപപ്രേക്ഷണ രീതിയാണ് ഏതെന്ന് പറയുന്നത്? കണ്ടക്ഷൻ എന്ന് പറയുന്നത്. പിന്നെ ഏതാണ് ശരി? 4, താപം ലഭിച്ച തന്മാത്രകൾ തൊട്ടടുത്ത തന്മാത്രകളിലേക്ക് താപം കൈമാറുന്നതിലൂടെ താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പൊ താപം ലഭിച്ചത് തൊട്ടടുത്തലേക്ക് എന്ത് ചെയ്യും? താപം കൈമാറും, അതായത് ഹീറ്റിനെ കൈമാറും. അപ്പോൾ എന്ത് ചെയ്യും? താപപ്രേഷണം ചെയ്യപ്പെടുന്നു. അപ്പൊ അത് രണ്ടുമാണ് എന്തെന്ന് പറയുന്നത്? കണ്ടക്ഷൻ അല്ലെങ്കിൽ ചാലനത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. അടുത്തത് ബി ക്വസ്റ്റ്യൻ, താപീയ വികാസത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചത്. താപീയ വികാസനം മീൻസ് തെർമൽ എക്സ്പാൻഷൻ. ആദ്യം പറഞ്ഞത് കണ്ടക്ഷനെ കുറിച്ചായിരുന്നു. രണ്ടാമത് തെർമൽ എക്സ്പാൻഷനെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ പദാർത്ഥങ്ങൾക്കും താപീയ വികാസമുണ്ട്. അത് ശരിയാണോ? അത് ശരിയായ പ്രസ്താവന അല്ല. എല്ലാ പദാർത്ഥങ്ങൾക്കും തെർമൽ എക്സ്പാൻഷനുമായിട്ട് ബന്ധപ്പെട്ടതിൽ ശരിയായ പ്രസ്താവന അല്ല. എല്ലാ പദാർത്ഥങ്ങൾക്കും അത് ശരിയായ പ്രസ്താവനയാണ്. എല്ലാ പദാർത്ഥങ്ങൾക്കും താപീയ വികാസമുണ്ട് എന്നുള്ളത് എന്താണ്? തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് ശരിയായതാണ്. അപ്പോൾ അത് ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവന ശരിയാണ്. എല്ലാ പദാർത്ഥങ്ങൾക്കും താപീയ വികാസം ഉണ്ട്. രണ്ടാമത്തെ, ഖരവസ്തുക്കൾക്ക് മാത്രമേ താപീയ വികാസമുള്ളൂ. ആ പറഞ്ഞ പ്രസ്താവന തെറ്റാണ്. മൂന്നാമത്തെ, താപീയ വികാസം നിത്യജീവിതത്തിൽ ചിലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ടെന്നാ ഇല്ലേ? താപീയ വികാസം നിത്യജീവിതത്തിൽ ചിലയിടങ്ങളിൽ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ മൂന്നാമത്തെ ശരിയാണ്. അപ്പോൾ 1ഉം 3ഉമാണ് ഇതിനകത്ത് എന്ത് ശരിയായിട്ടുള്ളത്. അപ്പൊ താപീയ വികാസത്തെ കുറിച്ചുള്ള ശരിയായ പ്രസ്താവനകളിൽ വരുന്നത് ഏതൊക്കെയാണ്? 1ഉം 3ഉമാണ്. ഈ ക്വസ്റ്റ്യൻ, താപീയ വികാസം അത് തെർമൽ എക്സ്പാൻഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രയാസം സൃഷ്ടിക്കുന്ന ഏതെങ്കിലും ഒരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്.
അതായത് നമുക്ക് മഴക്കാലത്ത് നമ്മൾ വലിച്ചു കെട്ടിയ വൈദ്യുത ലൈൻ, നമ്മുടെ ഇലക്ട്രിക് ലൈൻ ഉണ്ടല്ലോ, വലിച്ചു കെട്ടിയ ഇലക്ട്രിക് ലൈൻ അല്ലെങ്കിൽ വൈദ്യുത ലൈൻ എന്ത് ചെയ്യുന്നു? വേനൽക്കാലത്ത് അയഞ്ഞു പോകും. വൈദ്യുത ലൈൻ എന്ത് സംഭവിക്കും? വേനൽക്കാലത്ത് അയയുന്നു. വേനൽക്കാലത്ത് അയയുന്നു. അത് എന്താണ്? ഒരു തെർമൽ എക്സ്പാൻഷൻ അല്ലെങ്കിൽ താപീയ വികാസത്തിനൊരു ഉദാഹരണം, ഒരു സന്ദർഭം ആണ്. പ്രവർത്തനം 6 നോക്കൂ. കറന്നു വെച്ച പാൽ ഏതാനും മണിക്കൂറുകൾക്കകം കേടാകുന്നത് നിരീക്ഷിച്ചിട്ടുണ്ടാകുമല്ലോ. പാൽ കേടാകുന്നതിന്റെ കാരണം എന്ത്? നമ്മൾ കുറച്ചു നേരം പാല് കറന്നു വെച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ കേടായി പോകും. അപ്പൊ പാല് കേടാകുന്നതിന്റെ കാരണം എന്ത്? എന്തുകൊണ്ടാണ്? ബാക്ടീരിയ പോലുള്ള സൂക്ഷ്മജീവികളുടെ പ്രവർത്തന ഫലമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? പാല് കേടാകുന്നത്. അപ്പൊ ഈ പാൽ എളുപ്പം കേടാകാതിരിക്കാൻ നമ്മുടെ വീടുകളിൽ സാധാരണ ചെയ്യാറുള്ള ഒരു പ്രവർത്തനം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ബി ക്വസ്റ്റ്യൻ. എന്താ ചെയ്യാറ് നമ്മുടെ വീട്ടില്? പാൽ തിളപ്പിച്ചു വെക്കും, അല്ലെങ്കിൽ എന്താണ്, ഫ്രിഡ്ജിൽ തണുപ്പിച്ച് സൂക്ഷിക്കും, അല്ലേ? ഇനി സി ക്വസ്റ്റ്യൻ. പാൽ കേടാകാതെ സൂക്ഷിക്കാനുള്ള ശാസ്ത്രീയ മാർഗമാണ് പാസ്ചറൈസേഷൻ. അപ്പൊ പാൽ കേടാകാതെ നമ്മൾ ശാസ്ത്രീയമായി ഉപയോഗിക്കുന്ന മാർഗമാണ് എന്ത്? പാസ്ചറൈസേഷൻ. ഇത് എന്ത് രീതിയാണെന്ന് വിശദീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ്? പാൽ കേട് കൂടാതെ സൂക്ഷിക്കുന്നതിനുള്ള ഒരു മാർഗമാണ് എന്ത്? പാസ്ചറൈസേഷൻ. 15 മുതൽ 30 സെക്കൻഡ് വരെ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയതിനു ശേഷം 10 ഡിഗ്രി സെൽഷ്യസിലേക്ക് വളരെ പെട്ടെന്ന് തണുപ്പിക്കുന്നു. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? 15 മുതൽ 30 സെക്കൻഡ് വരെ നമ്മൾ 70 ഡിഗ്രി സെൽഷ്യസിൽ പാൽ ചൂടാക്കിയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും? 10 ഡിഗ്രിയിലേക്ക് പെട്ടെന്ന് തന്നെ തണുപ്പിക്കും. പാലിലുള്ള സൂക്ഷ്മജീവികളുടെ കോശസ്തരം അതിവേഗത്തിലുള്ള താപവ്യതിയാനം മൂലം പൊട്ടിപ്പോകും. അങ്ങനെ അവ നശിച്ച് പോകും. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? കേടുകൂടാതെ സൂക്ഷിക്കുന്നത്. പ്രവർത്തനം 7 നോക്കൂ. താഴെ തന്നിരിക്കുന്നവയെ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്നിങ്ങനെ തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. ജൈവ മാലിന്യങ്ങൾ എന്ന് വെച്ചാൽ ഓർഗാനിക് വേസ്റ്റ്, അല്ലേ? ഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ്, ഇൻഓർഗാനിക് വേസ്റ്റ് എന്ന് തരംതിരിച്ച് പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിരിക്കുന്നത്. എന്തൊക്കെ തന്നിട്ടുണ്ട്? പ്ലാസ്റ്റിക് കവറുകൾ, പഴത്തൊലി, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, CF ലാമ്പുകൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, ബാഗുകൾ, കടലാസ്, പെയിന്റ് പാത്രങ്ങൾ, പേപ്പർ കപ്പ്, ചെരുപ്പുകള്. ഇത്രയാണ് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്താണ്? ഇൻഓർഗാനിക്, ഓർഗാനിക് അല്ലെങ്കിൽ ജൈവ മാലിന്യങ്ങൾ, അജൈവ മാലിന്യങ്ങൾ എന്ന് തിരഞ്ഞെടുക്കണം. എങ്ങനെ നമുക്ക് തിരിക്കാം? അതൊക്കെയാണ് ജൈവ മാലിന്യങ്ങൾ. അതായത് നമ്മൾ എന്താണ്? നമ്മൾ മണ്ണിലിട്ടാലും എന്താണ്? നശിച്ച് അത് ജൈവമായിട്ട്, ജൈവ വളമായിട്ട് മാറും അതല്ലേ? അതിൻ്റെ അടുത്തേക്ക് ഡീകമ്പോസ് ചെയ്ത് പോകും. അപ്പൊ ജൈവ മാലിന്യങ്ങൾ. ഓർഗാനിക് വേസ്റ്റുകളെ നമ്മൾ ഏതൊക്കെയാണ്? പഴത്തൊലി, പച്ചക്കറിയുടെ അവശിഷ്ടങ്ങൾ, ഭക്ഷണാവശിഷ്ടങ്ങൾ, കടലാസ്, പേപ്പർ കപ്പ്, ഇതൊക്കെ ജൈവ മാലിന്യങ്ങൾ, ഓർഗാനിക് വേസ്റ്റ് ആണ്. മറ്റത് ഇൻഓർഗാനിക് വേസ്റ്റ് ആണ്, അജൈവ മാലിന്യങ്ങൾ. പ്ലാസ്റ്റിക് കവറുകൾ, CF ലാമ്പുകൾ, ചെരുപ്പുകൾ, ബാഗുകൾ, പെയിന്റിംഗ് പാത്രങ്ങൾ, ഇതൊന്നും നമ്മൾ ഭൂമിയിലിട്ട് എന്താണ് പെട്ടെന്ന് നശിക്കുക ഇല്ല. ഇനി ബി ക്വസ്റ്റ്യൻ. ഗാർഹിക തലത്തിൽ ജൈവ മാലിന്യ സംസ്കരണത്തിനുള്ള 2 രീതികൾ എഴുതുക. ഏതൊക്കെയാണ്? ഒന്ന് മണ്ണിര കമ്പോസ്റ്റിംഗ്, രണ്ട് എന്താണ്? വായു സമ്പർക്ക കമ്പോസ്റ്റിംഗ്, അല്ലേ? അപ്പൊ മണ്ണിര കമ്പോസ്റ്റിങ്ങും വായു സമ്പർക്ക കമ്പോസ്റ്റിങ്ങുമാണ്. പ്രവർത്തനം 8 ചിത്രീകരണം നിരീക്ഷിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കു മക്കളെ, സൂര്യനുണ്ട്, പിന്നെ അവിടെ ചന്ദ്രൻ, ഭൂമി, അല്ലേ? ഇത് ഏത് ഗ്രഹണത്തെയാണ് സൂചിപ്പിക്കുന്നത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏത് ഗ്രഹണത്തെയാണ്? സൂര്യഗ്രഹണം. ഏതാണ്? സൂര്യഗ്രഹണമാണ്. ചിത്രത്തിലെ ഗ്രഹണം നടക്കുന്നത് രാത്രിയോ പകലോ? എപ്പോഴാണ് നടക്കുക? പകല്. എപ്പോഴാണ്? പകലാണ്. ചിത്രത്തിൽ ചന്ദ്രന്റെയും ഭൂമിയുടെയും സ്ഥാനം പരസ്പരം മാറിയാൽ ഗ്രഹണത്തിൽ ഉണ്ടാകുന്ന മാറ്റം എന്ത്? ചിത്രീകരിക്കൂ. അത് മാറിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നാ ചോദിച്ചേക്കണം. അപ്പൊ സൂര്യൻ എന്താണ്? അവിടെ തന്നെ ഉണ്ടാവും. സൂര്യൻ അവിടെ തന്നെ, ഭൂമി ഇവിടെ വരും, അല്ലേ? ഭൂമി എങ്ങനെയായിരിക്കും? ഇങ്ങനെയായിരിക്കും ഇതിന്റെ ചിത്രം വരിക. ചന്ദ്രൻ ഇവിടെ വരും, ചന്ദ്രൻ മാറും. ചന്ദ്രൻ ഇപ്പുറ സൈഡിൽ വന്നിട്ട് എന്ത് ചെയ്യും? ഇവിടെയാണ് എന്ത് വരിക? ചന്ദ്രൻ വരിക. അപ്പൊ ഇങ്ങനെ ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഇവിടെ ഉണ്ടാവുന്ന എന്തായിരിക്കും? ചന്ദ്രഗ്രഹണമായിരിക്കും. മറ്റത് എന്താണ്? സൂര്യഗ്രഹണമാണ്. ഇവിടെ എന്താണ്? ചന്ദ്രഗ്രഹണമാണ്. ഇനി ഡി. പ്രകാശവുമായി ബന്ധപ്പെട്ട് ചന്ദ്രന്റെയും ഭൂമിയുടെയും എന്ത് സവിശേഷതയാണ് ഗ്രഹങ്ങൾ ഉണ്ടാകാൻ കാരണമാകുന്നത്? എന്താണ്? പ്രകാശം എന്താണ്? ആധാര്യ വസ്തുവിൽ പതിക്കുമ്പോൾ നിഴൽ രൂപപ്പെടുന്നത്, അല്ലേ? പ്രകാശം അത് അധാര്യ വസ്തുവിൽ പതിക്കുമ്പോൾ എന്താണ്? അധാര്യ വസ്തുക്കളിൽ അധാര്യ
വസ്തുക്കളിൽ പതിക്കുമ്പോൾ എന്ത് ചെയ്യും? നിഴല് രൂപപ്പെടും. നിഴൽ രൂപപ്പെടുന്നു. അപ്പൊ ഇത്രയൊക്കെയാണ് ബേസിക് സയൻസ്, അതായത് അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് ഉള്ളത്. മക്കൾക്ക് ഈ വീഡിയോ ഉപകാരപ്രദമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.